PV അൻവറിന്റെ പുതിയ പാർട്ടി നാളെ പ്രഖ്യാപിക്കാനിരിക്കെ പുതിയ രാഷ്ട്രീയ നീക്കവുമായാണ് അൻവർ നീങ്ങുന്നത് എന്നുള്ളതാണ്. അൻവർ MLA DMK നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM ഒക്കെ തന്നെ DMKയുടെ ഭാഗമാണെന്നും നമുക്കറിയാം. അൻവറിന്റെ ലക്ഷ്യം എന്താണ് അരവിന്ദൻ? അശ്വതി, PV അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി നാളെ രൂപം നൽകും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും മഞ്ചേരിയിൽ പൂർത്തിയായി. 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തോടുകൂടി തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനാണ് അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ പേരെല്ലാം ഉണ്ടാകും, പക്ഷേ അതിന്റെ സംഘടനാ സംവിധാനം പൂർണ്ണ രൂപത്തിലെത്താൻ സമയമെടുക്കും. എന്തായാലും അൻവർ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇന്ന് മറ്റൊരു രാഷ്ട്രീയ നീക്കം കൂടി അൻവർ നടത്തുകയുണ്ടായി. ചെന്നൈയിലെത്തിയ അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. DMK മുന്നണിയിൽ തന്റെ പാർട്ടിയെ അംഗമാക്കുക, DMK മുന്നണിയുടെ ഭാഗമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അൻവർ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇക്കാര്യത്തിൽ അൻവർ വിജയിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇതിലൊരു രാഷ്ട്രീയ കൗതുകം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ അൻവർ എതിർക്കുന്ന CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം തമിഴ്നാട്ടിൽ DMK മുന്നണിയുടെ ഭാഗമാണ്. അവിടെ ഒരുമിച്ച് നിൽക്കുകയും ഇവിടെ പരസ്പരം ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യവും അൻവറിന് ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും അൻവർ തന്റെ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ എതിരാളികളെ ഏറെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അൻവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം NCP-യിൽ നിന്ന് ചില പ്രാദേശിക നേതാക്കൾ രാജിവെച്ച് നാളെ നടക്കുന്ന അൻവറിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം CPM ആകട്ടെ തങ്ങളുടെ ആരും അൻവറിന്റെ പാർട്ടിയിൽ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ആരും അൻവറിന്റെ പാർട്ടിയിൽ എത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും നാളത്തോടുകൂടി അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടും.